ശരിക്കും ഇപ്പത്തെ ആൺകുട്ടികൾക്ക് കല്യാണം കഴിക്കാൻ പേടിയാ. കല്യാണം വേണ്ട, പെൺകുട്ടികളായാലും കല്യാണം വേണ്ട എന്നൊക്കെ പറയുമ്പോ ഒരു കുട്ടി പറയാം എനിക്ക് കല്യാണം കഴിക്കണം, അതിന് കല്യാണം അതെന്താ വെച്ചാൽ ഇപ്പൊ മനസ്സിലാവൂല. നമ്മളൊരു തന്തായ്പിൽ ചിന്തിക്കുമ്പോ മനസ്സിലാവും. പ്രായം കഴിഞ്ഞാൽ നമ്മളെ നോക്കാനൊന്നും ആരും ഉണ്ടാവില്ല. ഇപ്പത്തെ മക്കൾ തന്നെ ഇപ്പൊ മാതാപിതാക്കളൊന്നും നോക്കണില്ല, കുറച്ചും കൂടി കഴിഞ്ഞാൽ അതും ഉണ്ടാവില്ല. അപ്പൊ നമ്മളൊരു നീ അങ്ങനെ ചിന്തിച്ചിട്ടാണോ കല്യാണം കഴിക്കണമെന്ന് പറയണേ? എടി ഇതൊക്കെ കല്യാണം കഴിക്കണ പറഞ്ഞാ വെറും അല്ല, അങ്ങനല്ല, വെറും നമ്മളെ മനസ്സിൽ കാണുന്ന സാധനത്തിനല്ല. അതെ അതെ, വെറുതെ പറയല്ലോ അവൻ സത്യം. അല്ല, അതിന് മാത്രല്ല കല്യാണം കഴിക്കണ പറഞ്ഞാല് ഞാൻ പറഞ്ഞുതരാം. നമുക്ക് പ്രായമാകുമ്പത്തിന് നമ്മളെ മക്കള് വലുതായിട്ട് നമ്മൾ സെറ്റിൽ ആവണം. ഒരു 40 വയസ്സൊന്നും കഴിഞ്ഞാൽ നമ്മളെ കജ്ജൊന്നും ഇങ്ങനെ പൊക്കാൻ വയ്ക്കൂല. നമ്മളെ ലൈഫ് സ്റ്റൈൽ ഇപ്പൊ അങ്ങനെ, നമ്മൾ അങ്ങനത്തെ ഫുഡാ കഴിക്കണ, അങ്ങനെ ആക്കണ്. അപ്പൊ നമുക്ക് ഉണ്ടാവില്ല അതിനുള്ള ഇതുണ്ടാവില്ല. അത് കഴിഞ്ഞാൽ നമുക്ക് അധ്വാനിക്കാനുള്ള ഇതുണ്ടാവില്ല. അപ്പൊ നമ്മളെ മക്കളെ നമ്മളെ നോക്കണം. അതുകൊണ്ടാ കല്യാണം കഴിക്കണേ. പിന്നെ ശരിക്കും കല്യാണം കഴിക്കുന്നത് വയസ്സാം കാലത്ത് കുട്ടികളെ നോക്കണം. അങ്ങനല്ല, കല്യാണം കഴിക്കണ പറഞ്ഞാൽ നമ്മൾക്ക് ലൈഫ് സെറ്റിൽ ആവണം. ഫസ്റ്റ് നീ എന്താ പറഞ്ഞേ? കല്യാണമൊക്കെ കഴിക്കേണ്ട ഒരു സുഖമൊക്കെ വേണ്ട ജീവിതത്തില്, അങ്ങനെ നീ അതും വേണം. അതാണ് മെയിൻ. നീ അതും പറ. അതും ഉണ്ടാവല്ലോ. പിന്നെ പിന്നെ സോക്കേസ് എടുത്തേക്കാനാ. പെണ്ണിന്റെ വീട്ടുകാര് അത് ചോദിക്കുമ്പോ നീ ഒരു ഇൻഫ്ലുവൻസർ അല്ലേ, അല്ലെങ്കിൽ ഒരു കോണ്ടന്റ്, ഇതൊരു ജോലി. ഓളമ്മ എന്റെ ഗേൾ ഫ്രണ്ടിന്റെ അമ്മേ, ഞാനോളും ഇങ്ങനെ ഒപ്പം ഇങ്ങനെ എന്റെ കോളേജിലാണേ ഓള് പഠിച്ചിരുന്നത്, ബാംഗ്ലൂര്. ഞാനും ഓളെ കൈ ഇങ്ങനെ പിടിച്ച് ഇങ്ങനെ ഇരുന്ന് വർത്താനം പറയാണ്. അതിൽ ഓളമ്മ ഇങ്ങനെ ഇരുന്ന് വിളിക്കണ്ട. അപ്പൊ ഞാൻ കേൾക്കുന്നുണ്ട്. അപ്പൊ ഇങ്ങനെ ഓളമ്മന്റെ വീഡിയോ കണ്ടീന്. അപ്പൊ മോളെ ആ സൂപ്പർ വാവ എന്റെ കോളേജിൽ അത്രേ, അവന്റെ മുമ്പ് കൂടി ഒന്നും പോവല്ലേ. സത്യത്തില് ശരിക്കുണ്ടായതാ. എന്റെ അപ്പുറത്ത് കേട്ടാ പറയണേ, പാവം. വീട്ടിലറിയോ? എന്റെ വീട്ടിലറിയാ, ഓളെ വീട്ടിലറിയില്ല. ഓളെ വീട്ടില് ഞാൻ അപ്പുറത്ത് പറയും. പക്ഷെ എന്താ വെച്ചാല് ഓൾക്കൊരു താത്ത, ഓളെ എൻഗേജ്മെന്റ് കഴിഞ്ഞിട്ടില്ല, അതിന് വേണ്ടി വെയിറ്റ് ചെയ്യാം. തലയിരിക്കുമ്പോ അലാടാൻ പറ്റില്ല. ഇപ്പൊ ഈ ജോലി എന്ന് പറയുമ്പോ ഇൻഫ്ലുവൻസർ, കോണ്ടന്റ് ക്രിയേറ്റേഴ്സ്, ഇത് നമുക്ക് ഇപ്പോഴാണ് ആളുകളുടെ ജോലിയായിട്ട് അതിനെ കാണുന്നു തുടങ്ങി. പക്ഷെ ഇത് എപ്പോ വേണമെങ്കിലും പോവാം. യൂട്യൂബ് ആയാലും നമുക്ക് അതിന് എപ്പോഴും സ്ഥിരത ഉണ്ടാവില്ലല്ലോ. പക്ഷെ ഒരു ജോലി അല്ലെങ്കിൽ ഒരു ബിസിനസ് ഐഡിയ എന്തെങ്കിലും കാണുന്നുണ്ടോ മനസ്സിലായി? ബിസിനസ് ഐഡിയ പറഞ്ഞാൽ എനിക്കിപ്പോ വേറെ ഇതല്ലാതെയും പരിപാടി ഉണ്ട് കേട്ടോ. റിസോർട്ട് ബുക്കിംഗ് അങ്ങനത്തെ പരിപാടി ഉണ്ട്. ബിസിനസ് ഐഡിയ പറഞ്ഞാൽ എന്റെ മൈൻഡിലുള്ള ഒരു സാധനം, ഇപ്പൊ എന്തെങ്കിലും റയർ ആയിട്ടൊരു പുറത്തത്തെ തായ്ലൻഡത്തെ അവിടുത്തെ ഒരു ചെറിയൊരു സ്റ്റോൾ പോലത്തെ ഒരു ഫുഡ് ഐറ്റം, ഇപ്പൊ ഹണി ഗ്രേപ്പ് ഒക്കെ അല്ലേ, അതുപോലത്തെ ചെറിയ ഔട്ട്ലെറ്റുകൾ ഉണ്ടാവുമല്ലോ, നമ്മളെ ഫ്രാഞ്ചൈസി പോലെ കൊടുത്തിട്ട് ഒരൊറ്റ സാധനം മാത്രം ഫോക്കസ് ചെയ്ത്, ഞാൻ ഇപ്പോൾ ഒരു മാംഗോ ഫോക്കസ് ചെയ്തിട്ട് ഒരു പരിപാടി ആണ് എന്റെ മൈൻഡില്. മാംഗോ സ്റ്റിക്ക് റൈസ്, അതുപോലെ തന്നെ തായ്ലൻഡിലെ മാംഗോന്റെ സോപ്പുകള്, അങ്ങനത്തെ മാംഗോ ബേസ്ഡ് ആയിട്ടുള്ള സംഭവങ്ങള്. പക്ഷെ എന്താ വെച്ചാല് അത് തുടങ്ങാത്ത എന്താ വെച്ചാല് എല്ലാ മാസം മാംഗോ കിട്ടൂല, സീസണൽ ഫ്രൂട്ട് ആണ്. അപ്പൊ 6 മാസം പണിക്ക് പോവാ, 6 മാസം പരിഹരിക്കുക, അത് നടക്കൂലല്ലോ. അതുകൊണ്ട് ആ പ്ലാൻ ഡ്രോപ്പ് ആക്കി. എല്ലാ സീസണിലും കിട്ടുന്ന ഒരു ഫ്രൂട്ട് വെച്ച് തുടങ്ങി. എല്ലാ സീസണിലും കിട്ടും. ആപ്പിളോ? ആപ്പിൾ സീസൺ അല്ലല്ലോ. ഓറഞ്ച് അല്ല, അല്ല എന്തെങ്കിലും ചിന്തിക്കണം. തേങ്ങ, അത് നടക്കും. തേങ്ങ, പക്ഷെ തേങ്ങ ഒന്നും ആൾക്കാർക്ക് ഒരു ഇതുണ്ടാവില്ല, എന്തേലും സെറ്റ് ആക്കണം. അല്ല അങ്ങനെ ഒരു പ്രത്യേകിച്ച് പ്ലാനൊന്നും ഇല്ല. പിന്നെ എന്താ വെച്ചാൽ ഒക്കെ ഈ ഇൻഫ്ലുവൻസർമാർക്ക് ഒരു സുഖമുള്ളത് എന്താ വെച്ചാല് നമ്മള് പണിക്ക് പോവാൻ ചിന്തിക്കേണ്ട കാര്യമില്ല. നമുക്ക് ഓരോ ആൾക്കാരിങ്ങനെ ഒരു ചെയ്തോളൂ, നമ്മൾ വെറുതെ ഇങ്ങനെ. ഞാൻ ഇപ്പൊ എന്റെ എല്ലാ ബിസിനസ്സും അങ്ങനെ തന്നെയാണ്. ഞാൻ അതിലൊന്നും നോക്കണമൊന്നുമില്ല, ഒക്കെ വേറെ ടീം എടുത്ത് നടത്തണു, എന്റെ പേരിലാ പോണു, അങ്ങനെ ഉള്ളു. ഈ പണിയെടുക്കാതെ ജീവിക്കാൻ ആൾക്കാർ വിചാരിക്കുന്നത് അല്ല, ഞാൻ ബുദ്ധിമുട്ടുണ്ട്. ഇതിലെന്തേലും ഓലെന്തേലും ഉടായിപ്പാണ്ട് എന്റെ തന്തൊക്കെ കളിക്കുക. ഇപ്പൊ റിസോർട്ട് ബുക്കിംഗ് തന്നെ ഇപ്പൊ വയനാട്ടിൽ എടുത്ത് ഊട്ടിക്ക് മാറിപ്പോയി കഴിഞ്ഞാല് എന്റെ തന്തൊക്കെയല്ലേ വിളിക്കുക. ശരിക്കും ഇപ്പൊ ഒരുപാട് ട്രാവൽ ചെയ്യുന്ന ഒരാളാണ്. അതുപോലെ ഒരു കോമഡി ഉണ്ട്, പക്ഷെ എന്റെ ബ്രാൻഡിങ്ങിന് ബാധിക്കും, അതുകൊണ്ട് ഞാൻ പറയുന്നത്. ഇതെന്താ വെച്ചാലേ എന്റെ ഒരു എന്റെ ഒരു ഫ്രണ്ടിന്റെ അമ്മായിക്ക് തന്നെ എടുത്ത് കൊടുത്തത്. ഇപ്പൊ സാബുല്ലേ, ഇപ്പൊ നേരത്തെ വിളിച്ചില്ലേ, ഓനാണ് എന്റെ ബുക്കിംഗ് ഒക്കെ എടുക്കണേ, ഓനാണ് എന്റെ പാർട്ണർ, ഓനാണ് ബുക്കിംഗ് എടുത്തത്. ഇവനോട് മൂന്നാർക്ക് ബുക്ക് ചെയ്യാൻ പറഞ്ഞ ഒരു റിസോർട്ട്, ഇവനെ നേരെ വയനാട്ടിൽ കുക്ക് ചെയ്തിക്കണ്, വയനാട്ടിലെ റിസോർട്ട് കൊടുത്തിക്കണ്. എന്നിട്ട് എന്ത് ചെയ്തിക്കണ്, ഈ പൊട്ടനെ ആ ലൊക്കേഷനൊക്കെ വിട്ടുകൊടുത്തിക്കണ്. ഈ എന്റെ ഫ്രണ്ടിന്റെ അമ്മായി മണ്ടത്തി എന്ത് ചെയ്തിക്കണ്, ലൊക്കേഷൻ ഇട്ട് നേരെ വയനാട്ടിൽ പോയിക്കണ്. അവിടെ എത്തിയോക്കുമ്പോൾ അത് വയനാടാണുള്ളത് ഉണ്ടായ സംഭവമാണ്. ആൾക്കാർ വിശ്വസിക്കില്ല, ഉണ്ടായ സംഭവമാണ്. പരിചയപ്പെടാം, അടുത്ത ഇന്റർവ്യൂ കൊണ്ടുവരാം.
ഇപ്പം ഓൾറെഡി ഇപ്പം ബിസിനസ് ഐഡിയാസ് പുതിയതായിട്ട് തുടങ്ങുന്നുണ്ടെന്ന് പറഞ്ഞു. ഇപ്പം പുതിയ ഓരോ സമയത്ത് നിങ്ങളുടെ കോണ്ടന്റിൽ വരുമ്പോൾ കുറെ ഐഡിയാസ് പുതിയത് കൊണ്ടുവരണം. എല്ലാവരും ചെയ്യുന്ന സാധനങ്ങൾ കൊണ്ടുവരരുത്. ഇപ്പൊ ബിസിനസ് ആയാലും നമ്മുടെ ഓൺ ഒരു പുതിയ സാധനങ്ങൾ കൊണ്ടുവരണം. സോ അതിന് ഓൾറെഡി എപ്പോഴും ട്രൈ ചെയ്യാറുണ്ടോ? ഞാൻ പുതിയത് കൊണ്ടുവരാൻ ട്രൈ ചെയ്യും. പക്ഷെ എന്താ വെച്ചാൽ എല്ലാരും ഇതല്ല പരിപാടി, എല്ലാരും കൊണ്ടുവരും. ഇനി കൊണ്ടുവരാത്തൊന്നുമില്ല. അപ്പൊ ഇനി എന്തെങ്കിലും ഇങ്ങനെ തിങ്ക് ചെയ്യണം. അപ്പൊ ഈ മാംഗോ സ്റ്റിക്കി റൈസ് ഒക്കെ ഞാൻ ഇങ്ങനെ ഇതാക്കി വെക്കുമ്പോ ഇപ്പൊ നമ്മളെ കോഴിക്കോട് തന്നെ ആദാമിന്റെ ചായക്കടയിലൊക്കെ ഉള്ളു. അതും ആർക്കും അറിയൊന്നുമില്ല, ഇതിനായിട്ടൊരു കടയൊന്നുമില്ല. പക്ഷെ ഈ നിങ്ങൾക്ക് അറിയാലോ മാംഗോ സ്റ്റിക്കി റൈസിനൊക്കെ ഒരുപാട് ഫാൻസില്ല അതല്ലേ, സംഭവം ഒന്നുമില്ല, പണിയൊന്നുമില്ല, പക്ഷെ കിട്ടാനില്ല. ഭയങ്കര റയറാ. ഇനി ഞാൻ പറഞ്ഞിട്ട് നിങ്ങളാരും തുടങ്ങല്ലേ കേട്ടോ, ഞങ്ങളുടെ ഐഡിയ, കോപ്പറേറ്റ് അടിക്കൂ. അതിന് മാങ്ങമരം വെച്ചിട്ട് കാര്യമില്ല, ഇത് ഉണ്ടാവേണ്ട എല്ലാ മാസവും. പിന്നെ കിട്ടും, ഫ്രോസണൊക്കെ കിട്ടും. പക്ഷെ നമ്മളാ കൊടുക്കുന്ന റേറ്റിന് നമുക്ക് ശരിയാകൂല. എല്ലാം ചിന്തിക്കണ്ടേ. ഞാൻ ഈ മണ്ടന്റെ മാതിരിക്കണം നോക്കണ്ട. മണ്ടന പക്ഷെ ചില ടൈമിലേക്ക് നല്ല ബുദ്ധിയാ. ചില ടൈമിൽ ഇതൊന്നും ഇതിനോടൊന്നും പറയാൻ പറ്റിയ കാര്യമില്ല. ഇതൊക്കെ നമ്മളെ പോലെ ബുദ്ധിയില്ലോല് മാത്രം. ആ കുത്തലിന് എന്തോ ഒരു ഇതില്ലേ, ഫോണിലെ ഗാലറി ഓപ്പൺ ചെയ്ത് അവസാനം എടുത്ത 3 ഫോട്ടോകൾ ക്യാമറയിൽ കാണിക്കുക. എഡിറ്റ് ചെയ്യാത്ത ഫോട്ടോസ് ആയിരിക്കണം. സ്ക്രീൻഷോട്ട് ഒന്നും ആവരുതേ. ഒന്നിന്റെ കയ്യട്ടി സ്ക്രീൻഷോട്ട് ആയതാ. രണ്ടാമത്തെ എന്റെ ഗേൾ ഫ്രണ്ട് ഇതാ. പിന്നെ ഒരു ഇതാണ്, അത് ഒരു പാവപ്പെട്ട ആൾക്കാർക്ക് പൈസ ഇട്ടോടാ, റീൽസിൽ കണ്ടിട്ട് അത് സ്ക്രീൻഷോട്ട് എടുത്ത് സ്കാനർക്ക് ഇട്ടോടാ. നമ്മൾ എന്തെങ്കിലും ഒരു സ്റ്റോറി ഇടുന്നതായാലും ഇപ്പൊ ഒരു പ്രൊമോഷൻ ആയാലും എല്ലാ കാര്യം വളരെ ശ്രദ്ധിച്ച് ചെയ്യണം. എപ്പോഴാ പണിയിട്ടുന്നേ അറിയത്തില്ല. അപ്പൊ അതിൽ ഭയങ്കര ശ്രദ്ധ നിങ്ങൾ രണ്ടുപേരും. ഞാൻ നല്ല ശ്രദ്ധിച്ചുള്ളൂ. ഈ പറഞ്ഞ മാതിരി ഗെയിമിങ്ങിനൊക്കെ നല്ല ഓഫർ വന്നിനാ. ഗെയിമിങ്ങിന്റെ ആപ്പ് ഒക്കെ ഉണ്ടല്ലോ, ഞാൻ ആ റീച്ച് അയക്കുന്ന ടൈമിലാണ് ഈ സാധനമൊക്കെ ഇങ്ങനെ കയറും. 12 ലക്ഷം റുപ്യൊക്കെ ഒരു മറ്റേ എന്തോ ഒരു ഗെയിമിംഗ് ഉണ്ട്, രാജേ ചെയ്തിട്ടുണ്ട്. എനിക്ക് 12 ലക്ഷം റുപ്യൊക്കെ ഓഫർ ചെയ്താ. പക്ഷെ ഞാൻ ചെയ്തില്ല. കാരണം എന്താ വെച്ചാല് ആൾക്കാരെ പറ്റിച്ച് ഉണ്ടാക്കണ പൈസ ഒന്നിനും നല്ലതല്ല. മറക്കാനാവാത്ത പറഞ്ഞാല് എപ്പോഴും നമുക്ക് ഫസ്റ്റ് ഒരു അത്യാവശ്യം ഒരു ഫാനായിട്ട് വരുന്ന ഒരാൾ ഓർമ്മ ഉണ്ടാവല്ലോ. അതെന്താ വെച്ചാൽ സൂപ്പർ വാവായിട്ടല്ല, ഞാൻ അതിന് മുന്നേ ഫുട്ബോളിൽ ഉണ്ടായിന്. ആ ടൈമിൽ എനിക്ക് ഇൻസ്റ്റാഗ്രാം, ഞാൻ പറഞ്ഞില്ലേ 8 വർഷമായിട്ട് ഞാൻ അതിലുണ്ട്. അപ്പൊ നമ്മളൊന്നും അധികം ആൾക്കാർ മൈൻഡ് ആക്കുന്നില്ല. പക്ഷെ റാഷിദ് പറഞ്ഞൊരു ചങ്ങായി ഉണ്ടായിരുന്നു മലപ്പുറത്തിലെ, ഓന് എന്നെ കാണാനായിട്ട് കോഴിക്കോടൊക്കെ വന്നിന്. അന്നൊന്നും ആകെ 25 കേക്കുള്ളൂ കേട്ടോ. അത് നമുക്കൊരു മറക്കാൻ പറ്റാത്തൊരു അനുഭവമാണ്. അത് കഴിഞ്ഞിട്ട് ഇനി എത്ര ആൾക്കാർ എന്ത് സമ്മാനം കൊണ്ട് വന്നാലും നമുക്ക് ഫസ്റ്റ് വരുന്ന ഒരു സാധനം ഉണ്ടാവില്ല, അത് ഉണ്ടാവുമല്ലോ. അത് നല്ലൊരു മൊമെന്റ്. മിസ് ചെയ്യണ്ടോ ചോദിച്ചാല് കാണുമ്പോ അങ്ങനെ ഒരു പൂതിയാവുമല്ലോ. പിന്നെ എന്താ വെച്ചാല് അത് നമുക്ക് വിധിച്ചല്ല. അത് പക്ഷെ അതിൽ നിൽക്കുകയാണെങ്കിൽ അതിൻ്റെതായ കുറെ പ്രശ്നങ്ങളുണ്ടാവും. പഠിച്ചോന് ഇതാണ് എനിക്ക് ഉദ്ദേശിക്കുന്നത്. പക്ഷെ ഞാൻ ഒരു കാര്യം പറയട്ടെ, മാനിഫെസ്റ്റിംഗ് എന്ന് പറഞ്ഞൊരു സാധനം ഉണ്ടല്ലോ. അതായത് നമ്മളെ മനസ്സിലുള്ള ഒരു ആഗ്രഹം. ഞാൻ ഫുട്ബോളർ ആയത് തന്നെ എന്താ, ഫുട്ബോളർ ആവാനുള്ള താല്പര്യം പറഞ്ഞാൽ ഇന്ന കുറെ ആൾക്കാർ അറിയണം, ഈ സെലിബ്രിറ്റി ഉണ്ടല്ലോ, ഫാൻസ്, അങ്ങനത്തെ ഒരു സാധനം എൻ്റെ മൈൻഡിൽ ഉണ്ടായിട്ടാണ്. അതൊക്കെ ആഗ്രഹിച്ചിട്ടാണ് നമ്മൾ ഫുട്ബോൾക്ക് കടക്കുന്നത്. പിന്നെ നമ്മൾക്ക് അങ്ങനെ ഫുട്ബോളിനോട് ഭയങ്കര താല്പര്യം തോന്നണല്ലേ. ഞാൻ അങ്ങനെയാണ് ഫുട്ബോൾക്ക് കടന്നത്. പക്ഷെ എന്താ വെച്ചാല് എന്തോ ഒരു ഭാഗ്യം കൊണ്ടല്ല, പടച്ചോന് എനിക്ക് അത് തന്നില്ല. അപ്പോ അതിന് പകരമായിട്ട് ആഗ്രഹിച്ച പോലെ പടച്ചോന് എനിക്ക് ഇങ്ങനത്തെ ഒരു ലൈഫ് തന്നു. എനിക്ക് ആ ഫുട്ബോളർ ആയിക്കാണെങ്കിൽ ആ ഗാലറിയിൽ കുറച്ച് ആൾക്കാരുള്ള ഉണ്ടാവുക, ഫാൻ ഫോളോയിങ് ആയിട്ട്, അല്ലെങ്കിൽ കുറച്ച് ആണുങ്ങൾ മാത്രമുള്ള ഉണ്ടാവുക. ഇപ്പൊ പെണ്ണുങ്ങളും വല്യമാരും വല്യപ്പാരൊക്കെ എല്ലാരും കണ്ടാലൊക്കെ അറിയാലോ. ആണ് നമ്മൾ ആഗ്രഹിച്ചൊരു സാധനം എന്തായാലും അതിയായി ആഗ്രഹിച്ചാൽ കിട്ടും. നമ്മളെപ്പോഴും എന്തെങ്കിലും ആഗ്രഹിച്ചാൽ തന്നെ ഇങ്ങനെ ആഗ്രഹിച്ചുകൊണ്ടിരിക്കുക. അപ്പൊ എന്തായാലും നമ്മളിന്ന് വിട്ടുപോകില്ല. വലുത് വരും, അതാണ്. ചെറുതിൻ്റെ പോയി വലുത് തന്നു. വലുതായിട്ട് സംസാരിക്കണത് ആദ്യമായിട്ട് ഞാൻ ആദ്യമായിട്ടല്ലേ ബുദ്ധിയുള്ള ആൾക്കാരാണ്. എന്നാലും പറയും അല്ല, ഇവൾക്ക് കിട്ടൊരു കൊട്ടെടുക്കുന്ന ഒരു സുഖം. ഇനി മുണ്ടൂല, 2 ദിവസം മുണ്ടൂല. ഇതൊക്കെ നമുക്കൊരു ഹെഡ്ഫോൺ ഗെയിമിലേക്ക് പോയാലോ? റെഡിയാണോ?
ഒരു ബൗളിൽ കുറച്ച് ഡയലോഗ്സ് ഞങ്ങൾ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഒരാൾ ഹെഡ്ഫോൺ വെക്കുക, അപ്പോൾ ഞങ്ങൾ വലിയ വോളിയത്തിൽ സോങ് പ്ലേ ചെയ്യും. അപ്പോൾ ഇപ്പുറത്തെ ആള് എന്താണോ എടുത്തിട്ട് എന്ത് വേർഡാണ് അത് അവരെ കൊണ്ട് പറയിപ്പിക്കണം. ഇവൾക്ക് ഹെഡ്സെറ്റിന്റെ ആവശ്യമൊന്നുമില്ല, അവൾക്ക് ഒന്നാമത് പ്രായമുണ്ട്, ചെവി കേൾക്കൂല. എന്തിനാ എന്നെ ഇങ്ങനെ കളിയാക്കിക്കൊണ്ടിരിക്കുന്നത്? അല്ല പ്രായമില്ല എനിക്ക്. ഒന്നെഴുതിട്ട് ചെവി കേൾക്കാനുണ്ടാ? ചെറുതായിട്ട്. നീ ഇവിടെ നിന്ന് ഇറങ്ങി നീ തീർന്നു. അവിടുന്ന് സൗണ്ട് കേട്ടാ പുറത്ത് കയറരുത്. ഓക്കെ, പുറത്തുനിന്ന്. അപ്പൊ പൗളിന് ഇഷ്ടപ്പെട്ട ഒരു വേർഡ് എടുക്കാം. ഇഷ്ടമുള്ളത് ഒന്ന് എടുക്കൂ. എന്താ കിട്ടിയതെന്നൊന്ന് പറയണേ. പഠിപ്പിച്ചാൽ പഠിക്കുന്നവൻ പാതി പണ്ഡിതൻ, അനുഭവം പഠിപ്പിക്കുന്നവൻ പൂർണ്ണ പണ്ഡിതൻ. ഇതിവനെ കൊണ്ട് ഞാൻ പറയിപ്പിക്കണം. സിമ്പിൾ അല്ലേ? പഠിപ്പിച്ചാൽ പഠിപ്പിച്ചാൽ ഓക്കെ പഠിപ്പിച്ചാൽ പഠിക്കുന്നവൻ പശുവിനെ വിളിച്ചു. എന്ത്? പഠിപ്പിച്ചാൽ പശുവിനെ വിളിച്ചു. സിനിമ പേരാ? ഒരു സ്ഥലപ്പേരാ? സെന്റൻസ്. പഠിപ്പിച്ചാൽ പഠിക്കുന്നവൻ പഠിക്കുന്നവൻ പഠിപ്പിച്ചാൽ പഠിക്കുന്നവൻ പാതി മാഷ് പാതി ഹാഫ് പാതി പാതി പഠിപ്പിച്ചാൽ പറ്റുന്നവൻ പാതി. അല്ല, പഠിപ്പിച്ചാൽ പഠിക്കുന്നവൻ പാതി. പണ്ഡിതൻ മണ്ടൻ അല്ലേ? അല്ലേ? പണ്ഡിതൻ പണ്ഡിതൻ. ഓരോ വേർഡ് പറയാം. പഠിപ്പിച്ചാൽ പഠിക്കുന്നവൻ പാതി. ടീച്ചർ 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 ഇതൊക്കെ പഠിപ്പിച്ചാൽ പഠിക്കുന്നവൻ പാതി. ഇനി ബാക്കി പറഞ്ഞായി. പണ്ഡിതൻ മാനേജർ. ടീച്ചറിന്റെ മലയാളം ടീച്ചർ. എന്തിനാ? ടീച്ചർ മാം. ബാമോ? ടീച്ചർ ചെയിൻ. എല്ലാം മാച്ചടാ. പണ്ഡിതൻ മണ്ടൻ. നീ അതിന്റെ ഓപ്പോസിറ്റ്. അതിന്റെ ഓപ്പോസിറ്റോ? പൊട്ടൻ. മണ്ടൻ. ഞാനോ? മണ്ടൻ ഓപ്പോസിറ്റ്. മണ്ടന്റെ ഓപ്പോസിറ്റ് ബുദ്ധിമാൻ. പണ്ഡിതൻ പഠിപ്പിസ്റ്റ്. പണ്ഡിതൻ പണ്ഡിതൻ. മാനേജർ. മണ്ടന്റെ ഓപ്പോസിറ്റ് മാനേജറാ. ഒന്നുകൂടി പറ. പണ്ഡിതൻ. മാ പാ പാ മാ പാ. മണ്ടന്റെ ഡാ. മണ്ടൻ മണ്ടൻ മണ്ടൻ. എടാ മപ്പട്ട. മനസ്സിലാവുള്ളടാ. മണ്ടൻ നീ. മണ്ടൻ. മണ്ടൻ. പണ്ഡിതൻ. സത്യമായിട്ട് മാനേജറിനെ കേക്കണ്. അടുത്ത വീട് പറഞ്ഞോ. അനുഭവം. അനുഭവം. പഠിപ്പിക്കുന്നവൻ. പഠിക്കുന്നവൻ. പഠിപ്പിക്കുന്നവൻ. 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 പഠിപ്പിച്ചാൽ പഠിക്കുന്നവൻ പാതി. പണ്ഡിതൻ. 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 കേട്ടാ? നീ കേട്ടാ? കേട്ടാ? ഇല്ലല്ല, ഇത് കേട്ടാ. പണ്ഡിതൻ. അനുഭവം പഠിപ്പിക്കുന്നവൻ. അനുഭവം പഠിപ്പിക്കുന്നവൻ. പൂർണ്ണ പണ്ഡിതൻ. പൂർണ്ണ പണ്ഡിതൻ. പൂർണ്ണ. തെറിയാണോ? പൂർണ്ണ 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 പൂർണ്ണ. പൂജ. പൂർണ്ണ. പൂർണ്ണത. പൂർണ്ണ. നാ കട്ടിയേ. ദാ കട്ടയ. അതിന്റെ അപ്പുറത്ത് കട്ടയ. പൂ ജ. പൂർണ്ണ. 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 പൂജ. പൂർണ്ണ. നേരത്തെ നീ പറഞ്ഞത് പൂർണ്ണ. പൂർണ്ണ. പോക. പൂർണ്ണ. കിട്ടണില്ല, സത്യമായിട്ട് കിട്ടില്ല. പൂർണ്ണ. പൂർണ്ണത. പൂർണ്ണതയിലെ താ ഇല്ല. നാ ഇല്ല. പൂർണ്ണ. പൂർണ്ണ. പറ എന്താ? അയ്യോ. പൂർണ്ണ. അനുഭവം പഠിപ്പിക്കുന്നവൻ പൂർണ്ണ പണ്ഡിതൻ. മണ്ടൻ. പൂർണ്ണ പണ്ഡിതൻ. പണ്ഡിതൻ.